ഡിസ്കസ് ചെയ്യുന്ന ലെസൺ ക്ലാസ് 6 നോയിങ് അവർ നമ്പേഴ്സ് എന്ന ലെസണാണ്. സോ ഈ കണക്ക് മാത്സ് നമ്മുടെ ഫസ്റ്റ് ലെസണാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ലെസണിലെ ടോപ്പിക് എല്ലാവരും ഒന്ന് പഠിക്കുകയാണ്. മീൻസ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ലെസൺ. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കേണ്ടത് മോർ അബൌട്ട്സ് നമ്പേഴ്സ് ആണ്. റോമൻ നമ്പർ പഠിക്കും, അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള മാത്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തറവായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് introduction about numbers, comparing numbers, ascending descending order, how many numbers we can be formed with certain digits, then shifting the digits, place values, largest number estimates, estimation of sum and difference, estimation of product and numbers, Bodmer's rule, and using brackets. Okay, ഫസ്റ്റ് വൺ നമ്മൾ കമ്പാരിസൺ, കമ്പയറിങ് ടു നമ്പേഴ്സ് ആണ് പറയുന്നത് അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്കത് ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുക ഏറ്റവും കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളത് അല്ലേ. ഇതിവിടെ 2 ഡിജിറ്റ്സ് ഉണ്ട്, സോ 2 ഡിജിറ്റ്സ്. ഇവിടെ 3 ഡിജിറ്റ്സ് ഉണ്ട്, ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് 1 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് 4 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഏതാണ് ഏറ്റവും കുറവ് ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിൽ ലാർജസ്റ്റ് ഇതും സ്മോളസ്റ്റ് ഇതാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇത് നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കുകയാണെങ്കിൽ 3നും ടോട്ടൽ നമ്പേഴ്സ് സെയിം ആണ് അല്ലേ. ടോട്ടൽ നമ്പേഴ്സ് സെയിം ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ ഇത് നോക്കാം. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ഇതിൽ ഏതാ 3 ആണോ 3 ആണോ 5 ആണോ 2 ആണോ 2 ആണോ. ഏറ്റവും ലാർജസ്റ്റ് ഏതാ 5. ഓക്കെ, 5 ആണ് നമ്മുടെ 560 ആണ് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 5 ആണ്, അതുകൊണ്ട് അതാണ് ലാർജസ്റ്റ് നമ്പർ. ഇനി 280യും 265യും 340യും 374. ഇതിൻ്റെ 37 ഇതിൽ രണ്ടിനും നമ്മൾ നോക്കുകയാണെങ്കിൽ 34 അല്ലേ. 34 ഇതിലും 340 7. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഇതാണ്. ഇതിലെടുക്കുകയാണെങ്കിൽ 2 8 ആണോ 6 ആണോ 6 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 265 ആണ് സ്മോളസ്റ്റ് നമ്പർ. കാരണം എന്താണ് നമ്മുടെ ഇതിനേലും ഏറ്റവും ചെറിയ നമ്പറാണ് അല്ലേ. 2680ൻ്റെ 8നും ചെറുതാണ് 6, therefore അത് സ്മോളസ്റ്റ് നമ്പറാണ്. ഇനി അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്മോളസ്റ്റ്, എന്താണ് ബിഗ്ഗസ്റ്റ്. സ്മോളസ്റ്റ് ആണ് സ്മോളസ്റ്റ് ഗ്രേറ്റസ്റ്റ് നമ്പറിൽ ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ടു സ്മോളർ ഡിജിറ്റ്സ്. ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെങ്കിൽ 12, 32, 90 ഇങ്ങനെയാണ് നമ്മുടെ അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അസെൻഡിങ് ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് എഴുതുന്ന ഡിസെൻഡിങ് ഓർഡർ. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൽ 3 എന്നുണ്ട് 4096 ഇതിൽ ഏറ്റവും 4 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ 9. അപ്പോൾ 9 ഏതാ, അതിനുശേഷം വലുത് 6, അതിനുശേഷം വലുത് 3, അതിനുശേഷം 0. ഇനി സ്മോളസ്റ്റ് നമ്പർ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ 0369 ഇങ്ങനെ എഴുതിയാൽ ഇത് ഒരു റോങ് ആൻസർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 0369 നമ്മൾ 369 വിളിക്കത്തുള്ളൂ. അപ്പോൾ ഇത് എന്ത് നമ്പറായി മാറും, ഒരു 3 ഡിജിറ്റ് നമ്പറായി മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ 0 എന്നുള്ളൊരു കേസിലാണെങ്കിൽ രണ്ടാമത്തെ ലാർജസ്റ്റ് നമ്പർ ചെയ്താൽ അതിനുശേഷം 0 കൊടുക്കുക, പിന്നെ അതിൻ്റെ വലുത് ഏറ്റവും വലുത്, അങ്ങനെ വേണം കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കണം. എപ്പോഴും തെറ്റുന്നൊരു ഏരിയയാണ്. ഇനി ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്, പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഒരു നമ്പർ ഇപ്പോൾ തന്നിരിക്കണം 789. 7ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതാം 7 × 100 + 8 × 10 + 9 × 1. അപ്പോൾ 7ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 700. 8ൻ്റെ 8, 9ൻ്റെ 9. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാം പ്ലേസ് നമ്മുടെ വാല്യൂസ്. ഓക്കെ, പ്ലേസ് വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എന്താ സ്വാപ്പിംഗ്. മീൻസ് 100th പ്ലേസും യൂണിറ്റ് പ്ലേസും തമ്മിൽ മാറ്റാം. 789ൻ്റെ 100th പ്ലേസ് ചെയ്താൽ ഇത് യൂണിറ്റ് പ്ലേസ് ചെയ്ത് ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്യാം. അപ്പം 987. ഇതാണ് ഷിഫ്റ്റിംഗ് ദ ഡിജിറ്റ്സ്. ഇനി പ്ലേസ് വാല്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ലാർജസ്റ്റ് നമ്പർ ആൻഡ് എസ്റ്റിമേറ്റ്സ്. ലാർജസ്റ്റ് നമുക്ക് ഒരു ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 999 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1000. അതാണ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ഒരു 100 എന്ന് പറഞ്ഞാൽ എത്ര ടെൻസ് 10 ടെൻസ്, 1000 = 10, 100 = 100. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, 3 ഡിജിറ്റ്സ് ഉള്ളതിന് നമ്മൾ ഹൺഡ്രഡ്സ്, 2 ഡിജിറ്റ്സ് ടെൻസ്, 1 ഡിജിറ്റ് ഉള്ളതിന് യൂണിറ്റ് പ്ലേസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ 0 പ്ലേസ് എന്ന് വിളിക്കും. 4 ഡിജിറ്റ് ഉള്ള 1000, 5 10,000, 6 1 lakh അല്ലെങ്കിൽ 100,000, 7 ഡിജിറ്റ് 1 million or 10 lakh, 8 ഡിജിറ്റ് 10 million or 1 crore. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയറസ്റ്റ് വാല്യൂയിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യണതിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയും. നമുക്കിവിടെ ഒരു ഗിവൺ നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിനെ ടെൻസിൻ്റെ പ്ലേസിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് 47 അല്ലേ. 47ന് ഏറ്റവും അടുത്ത് നമുക്കിപ്പോൾ 0 1 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇത്രയും നമ്പേഴ്സിന് നമ്മൾ നെക്സ്റ്റ് പൊസിഷനിലോട്ടും ഇതിന് ബാക്ക് പൊസിഷനിലോട്ടുമാണ് സാധാരണ ഷിഫ്റ്റ് ചെയ്യാറ്.
ഇതിന് ഈ 47 നെക്സ്റ്റ് 0th പൊസിഷൻ, ഈ നെക്സ്റ്റ് ടെൻസ് ഏതാണ് വേണ്ടത്? 50 അല്ലേ? ഏറ്റവും അടുത്ത് നമുക്ക് 7, 5, 8, 50. അടുത്തത് റൗണ്ട് ഓഫ് ടു 100. അപ്പോൾ 3 ഹൺഡ്രഡ്സിന് പ്ലേസ് എടുക്കാം. ഇവിടെ 47 ആണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു ബാക്ക് എടുക്കണം. 7, 5, 800 മീൻസ് നമുക്ക് സീറോസിൽ എൻഡ് ചെയ്യണ പോലെ നമ്മൾ ആക്കണം. ഓക്കെ, അടുത്ത 1000. നമ്മൾ ഈ ഇത്രയും പൊസിഷൻ എടുത്തു. 5 ഓക്കെ. 8 എന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് പൊസിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് ഏതാ പൊസിഷൻ? 6000. അടുത്തത് 10,000ന്റെ റൗണ്ട് ഓഫ്. ഇവിടെ നമുക്ക് 5 ആണ് വന്നിരിക്കുന്നത്. 5 വന്നതുകൊണ്ട് നെക്സ്റ്റ് പൊസിഷനിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് റൗണ്ട് ഓഫ്. മനസ്സിലാണെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഈ എസ്റ്റിമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മും പ്രോഡക്റ്റ് ഡിഫറൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. നമ്മൾ പ്രോബ്ലം ആയിട്ട് എന്തായാലും ചെയ്യും. ഇനി അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് പ്രൊഡക്റ്റും ഇതുപോലെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ബോഡ്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡർ വേണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യും. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റ്സ് വേണം ആദ്യം ഓപ്പൺ ചെയ്യും, അതിനുശേഷമാണ് ഓരോന്നും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 5 + 2 × 3 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണം, ഇത് ആദ്യം ചെയ്യണം. 7, 5, 6, 7 × 3, 7 × 3 അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ഒരിക്കലും ഇത് ഇൻഡു ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾസ് നമുക്ക് ചെയ്യുന്നതായിരിക്കും ലെസണിൽ. ഇനി റോമൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേറൊരു റോമൻ സ്റ്റൈലിൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റോമൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് റോമൻ നമ്പേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1ന്റെ 1, 5ന്റെ നമ്മൾ V പോലെ റെപ്രസെന്റ് ചെയ്യും. 10ന്റെ X ആണ്, 50യുടെ L, 100ന്റെ C, 500ന്റെ D, 1000ന്റെ M. അപ്പോൾ നമ്മൾ 2x ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. X എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 + 10 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഇത് ഏതാണ് നമുക്ക് കണ്ടിരിക്കാം? 1, 2, 3, 4, 5. 5ന്റെ സിമ്പിളാണ്. ഇപ്പുറത്തോട്ടാണ് 2 1s കൊടുത്തേക്കുന്നത്. അപ്പോൾ 5 + 2. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാം. അടുത്ത നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് X കൊടുത്തിട്ടുണ്ട്. X എന്ന് പറഞ്ഞാൽ 10. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഒരു 1 കൊടുത്തത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മൈനസ് ആണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ ഇതുപോലെ എല്ലാ നമ്പേഴ്സിൻ്റെയും ഇതുപോലെ വാല്യൂസും റോമനിൽ നിന്ന് ന്യൂമറിക്കലും ന്യൂമറിക്കലിൽ നിന്ന് റോമനുമായിട്ട് കൺവേർട്ട് ചെയ്യണ്ടാവും. ഇനി ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട പാറ്റേൺസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ ഈ പാറ്റേൺസ് ഏതാണ്? നമ്മൾ ഈ പാറ്റേൺസ് 10 mm = 1 cm, 1 meter = ഇത് ഷുവർ ആയിട്ട് എല്ലാവരും പഠിക്കണം. 1 liter = 1000 ml, ഈ വക സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.1 ആണ്. അപ്പം ഞാൻ ലാസ്റ്റത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നത് പഠിക്കണമെന്ന് അല്ലേ? 1 lakh എത്രയാണ്, 1 crore എത്രയാണെന്നൊക്കെ ഉള്ളത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 lakh എന്ന് പറഞ്ഞാൽ 10,000s ആണ്. 1 million എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,100,000s. 1 crore എന്ന് പറഞ്ഞാൽ 10 lakhs. 1 crore = also 10 million തന്നെയാണ്. then 1 million = 10 lakh. ഇത് ഷുവർ ആയിട്ടും പഠിക്കണം. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി പ്ലേസ് ദ കോമാസ് കറക്റ്റ്ലി ആൻഡ് റൈറ്റ് ദ ന്യൂമറിക്കൽസ്. അപ്പോൾ കോമാസ് കറക്റ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ എഴുതണം. ഇത് 73,57,307. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 73 lakhs എന്ന് പറഞ്ഞാൽ 73 എഴുതാം. നിങ്ങൾ ആ പ്ലേസ് വാല്യൂസ് പഠിക്കണം കേട്ടോ. യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, lakh, 10 lakh. അപ്പോൾ 73 എന്ന് പറയുന്നത് എന്താണ്? ടെൻസ് നമ്പറാണ്. അപ്പോൾ 73 എഴുതാം. then 75,000, then 75,000, then 700, 307. ഇനി അടുത്തത് 9 crore 5,40,000. അപ്പോൾ നിങ്ങൾ പ്ലേസ് വാല്യൂ എഴുതിയിട്ട് മീൻസ് യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, lakh, 10 lakh, crore. അപ്പോൾ നോക്കിക്കേ 9 crore, then 5 lakh പറയുന്നുള്ളൂ. 10 lakhന്റെ അവിടെ ഒന്നുമില്ല. അപ്പോൾ അതാണ് 0. പിന്നെ 5 lakh, 41 മാത്രമേ പിന്നെ പറയുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ഹൺഡ്രഡ്സോ തൗസൻഡ്സോ ഒന്നും പറയുന്നില്ല. അടുത്ത് നോക്കാം 7 crore 52,21,003. അപ്പോൾ 7 crore എങ്ങനെ എഴുതാം? 7 എഴുതാം. 52 lakhs ആണ് പറയുന്നത്. അപ്പോൾ 52, then 21,000, 21, 302, 302. അടുത്തത് 58,423,002. അപ്പോൾ മില്യൻ്റെ ബേസിക് സാധനം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നമ്പർ, ആ ഒരു നമ്പർ ലൈൻ എല്ലാവരും പഠിക്കണം. ഓക്കെ, അപ്പോൾ 58,423,202. ഓക്കെ, നെക്സ്റ്റ് വൺ 23,30,003. 23,30,010. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ
നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസെർട്ട് ദ കോമ സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദ നെയിംസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ 3, 2, 2 എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. 3, 2, 2, 3, 2, 2, 3, 2, 2 എന്ന രീതിയിലാണ് നമ്പർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എഴുതാം ഇതെന്താണ് 8,75,95,762. ഇവിടെ 85 നമുക്കിത് നോക്കാം. ഇത് ഏത് പ്ലേസ് ആണ്? ഇത് 85 ലാക്കിൻ്റെ പ്ലേസ് ആണ്. ഇപ്പോൾ 85,46,283. ഇത് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ക്രോറിൻ്റെ പ്ലേസിലാണ് ഫസ്റ്റ് 9 കിടക്കുന്നത്. അപ്പോൾ 9 crore 99,46,000. ഇത് നമ്മൾ നോക്കുമ്പോൾ 9 ക്രോറിൻ്റെ പ്ലേസിലാണ്. 9 crore 84,32,701. ഓക്കെ, ഇനി ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യണം കോമേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ 3 അങ്ങനെ ആ റേഞ്ചാണ് 3 ഉള്ള റേഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 3 അതാണ് ഇന്ത്യൻ സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് 78,921,092. അടുത്തത് 7,452,283. 99,985,102. 48,49,831. അത് നിങ്ങൾ ആ കോമേഴ്സും ആ പ്ലേസ് വാല്യൂ സിസ്റ്റവും തറോ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും അത് പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം പഠിക്കുക. ഓക്കെ, എക്സസൈസ് 1.2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെസൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മളത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 1.2 ആണ്. ഓക്കെ, എക്സസൈസ് 1.2ൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ ബുക്ക് എക്സിബിഷൻ വാസ് ഹെൽഡ് ഇൻ 4 days. അപ്പോൾ 4 ദിവസം book exhibition നടന്നു. The number of tickets sold at the counter in first, second, third and the final day was 1,079, 418, 100, 1,812, 2,050, 200, 2,751. Find the total number of tickets. Total number എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അഡീഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7,707 ആൻസർ കിട്ടും. ഓക്കെ, ഇനി Shekhar is a famous cricket player. He has so far scored 6,980 runs in test matches. He wished to complete 10,000 runs. How many runs more does he need? അപ്പോൾ എത്ര കൂടി വേണം, ഇനി എത്ര റൺസും കൂടി ഉണ്ടായെങ്കിൽ മാത്രമാണ് 10,000 വരെ എത്തത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എത്ര എണ്ണത്തിലോട്ട് എത്തണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 10,000ൽ നിന്ന് 6,980 സബ്ട്രാക്ട് ചെയ്യണം. സോ 0 0 ഇവിടെ എന്ത് ചെയ്യും? ക്യാരി വരും. സോ ഇവിടെ 9 9 1 10 minus 2 here 3. അപ്പോൾ 3,020 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an election, the successful candidate registered is 5,77,500 votes. His nearest rival secured 3,40,700 votes. But by what margin did the successful candidate win the election? എത്ര വോട്ടിനാണ് അയാൾ ജയിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജയിച്ച ആളുടെ വോട്ടിൽ നിന്ന് തോറ്റ ആളുടെ വോട്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ 5,77,500 മൈനസ് 3,48,700 മൈനസ് ചെയ്യുക. 0 0 ഇവിടെ എന്തെങ്കിലും ക്യാരി വരും. 6 1 15 വരുമ്പോൾ ബാലൻസ് 8. ഇവിടെ പിന്നെയും ക്യാരി വരും. ഇവിടെ 1 ഇവിടെ 6. സോ 8 here 2 and here also 2. സോ 2,28,800 എന്ന് നമുക്ക് ഇതിന് ആൻസറും കിട്ടും. ഇനി അടുത്തത് കീർത്തി ബുക്ക് സ്റ്റോർ സോൾഡ് 2 books worth 2,85,891 in the first week. ആദ്യത്തെ വീക്ക് സോൾവ് ചെയ്ത് ജൂണിൽ. ബുക്സ് വർത്ത് rupees 4,768 in the second week. How much was the sale for the 2 weeks together? അപ്പോൾ 2 വീക്കും കൂടി ടുഗെദർ എത്രയായിരുന്നു? അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യണം. സോ 2,85,891 പ്ലസ് 4,768 ആഡ് ചെയ്യുക. സോ ഹിയർ 9. ഓക്കെ, അപ്പോൾ നമുക്ക് 6,86,659 ആൻസർ കിട്ടും. ഇനി ഇൻ വിച്ച് വീക്ക് വാസ് ദ സെയിൽ ഗ്രേറ്റർ? ഏത് വീക്കിലായിരുന്നു സെയിൽ ഗ്രേറ്റർ ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് വീക്കിലുണ്ട്, ഫസ്റ്റ് വീക്കിലും ഉണ്ട്. 2 വീക്കിലും കൂടി കൊടുത്തിട്ടുണ്ട്. ബട്ട് സെക്കൻഡ് വീക്കിലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ടോട്ടലിൽ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് വീക്കിലെ ഡിഫറൻസ് കിട്ടും. നമുക്കറിയാം ഹയസ്റ്റ് ബുക്ക് സോൾവ് ചെയ്തത് സെക്കൻഡ് വീക്കിലാണ് 4 lakh അല്ലേ? ഇനി എത്രയായിരുന്നു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 lakhൽ നിന്നും ഈ നമ്മുടെ ഫസ്റ്റ് വീക്ക് കിട്ടിയ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ 4,768 മൈനസ് 2,85,891. സോ 7 ക്യാരി 16 8 4 1 1.
സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 1,14,877 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് 5-digit number that can be made using 6, 2, 7, 3, 4 and 3. Each only once. എല്ലാ നമ്പേഴ്സും യൂസ് ചെയ്യണം, ഒറ്റ തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ അങ്ങനെ ഉണ്ടാകുന്നത് ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാ? 7, കഴിഞ്ഞ് പിന്നെ 6, പിന്നെ 4, പിന്നെ 3, പിന്നെ 2. അപ്പോൾ ആ ഓർഡറിൽ അതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2, 3, 4, 6, 7. സോ അതാണ് നമ്മുടെ ലീസ്റ്റ് നമ്പർ. രണ്ടും കൂടി എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 5,000 അല്ല 52,965 ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A merchant had rupees 78,592 with her. She placed an order for purchasing 400 radios. 40 radios purchase ചെയ്യാൻ പോയി. At rupees 1,200 each. How many monies will remain with her after the purchase? അപ്പോൾ ആ പർച്ചേസിന് ശേഷം എത്ര പൈസ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര രൂപയുണ്ട്? 78,592 എത്ര റേഡിയോസ് വാങ്ങിക്കണം? 40 റേഡിയോസ് വാങ്ങിക്കണം. അപ്പോൾ എത്രയാണ് ഓരോന്നിൻ്റെയും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,200. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് എഴുതണം. ഓരോന്നിൻ്റെ കോസ്റ്റ് ഇസിക്കൽ ടു ഓരോൻ്റെ ഇത്ര നമ്പർ ഇസിക്കൽ ടു എന്ന് പറഞ്ഞ് എടുത്തെഴുതണം. അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി മണി എത്ര ലെഫ്റ്റ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ നമ്മുടെ ടോട്ടൽ കയ്യിലുള്ളത്? 78,000 അല്ലെ? 78,592 ആണ് കയ്യിലുള്ളത്. അതിൽ 48,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 295,0 and 30,592 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി എഴുതുന്നത് സ്റ്റുഡൻറ് മൾട്ടിപ്ലൈഡ്. ഇപ്പം മുന്നേ പറഞ്ഞ പ്രോബ്ലം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് വൺ, എ സ്റ്റുഡൻറ് മൾട്ടിപ്ലൈഡ് 72365 by 65 instead of multiplying by 56. How much was his answer greater than the correct answer? അപ്പോൾ ഒരു കുട്ടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 65 പകരം എന്ത് യൂസ് ചെയ്ത്? 56 യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് എത്ര ഡിഫറൻസ് ആണ് വരുന്നത്? 65-നും 56-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 9 ടൈംസ് വരും. ഈ നമ്പറിൻ്റെ 9 ടൈംസ് 7, 2, 3, 6-ന്റെ 9 ടൈംസ് ആയിരിക്കും അവർ വരുത്തിയ മിസ്റ്റേക്ക്. 9, 6, 4, 5, 9, 3s are 27, 28, 29, 30, 31, 32, 9 2s are 18, 19, 20, 21. Senses. Okay, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നമുക്ക് കിട്ടിയത്. ഇനി to stitch a shirt 2 meter 15 centimeter cloth is needed out of 40 meter cloth. How many shirts can be stitched and how much clothes will remain? അപ്പോൾ എത്രത്തോളം ഷോർട്ട് നമുക്ക് ആ തുണി വെച്ച് തയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓരോ ഷോർട്ടിനും 2 meter 15 centimeter വേണം. അങ്ങനെ എത്ര ഷോർട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും? ഇനി തുണി ബാക്കിയുണ്ടെങ്കിൽ എത്ര തുണിയായിരിക്കും, എത്ര ക്ലോത്ത് മെറ്റീരിയൽ ആയിരിക്കും ബാക്കിയുള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 40 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 40 മീറ്ററിന് സെന്റിമീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. സോ 40 × 100 ചെയ്യുമ്പോൾ എത്ര? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ഇറ്റ് ആസ് എ സ്റ്റാർ പ്രോബ്ലം. ഓക്കെ, സ്റ്റാർ പ്രോബ്ലം ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,000 കിട്ടും. 4,000 സെന്റിമീറ്റർ. ഇനി 4,000 ഈ 2 meter 15 centimeter കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം 2 meter സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 × 100 + 50. അപ്പോൾ എന്ത് കിട്ടും? 215 centimeter. അപ്പോൾ നമുക്ക് 4,000 ഡിവൈഡ് ബൈ എത്ര ഷോർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള സ്റ്റെപ്പ് എന്നുള്ള എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ഈ 4,000 ടോട്ടൽ ക്ലോത്തിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിന് വേണ്ട ക്ലോത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. അപ്പോൾ 18 ഷോർട്ടാണ് നമുക്ക് ഈ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര 18 ഷോർട്ട് തയ്ക്കെങ്കിൽ ബാക്കി എത്ര ഷോർട്ടിന്റെ ക്ലോത്ത് റിമൈനിങ് ഉണ്ടാകും എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 18 ഇൻറ്റു എന്ത് ചെയ്യുക? 18 ഇൻറ്റു ഒരു ഷോർട്ടിന്റെ ക്ലോത്ത് 215 ചെയ്യും. 18 ഇൻറ്റു 215 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, അപ്പം നമുക്ക് ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി എഴുതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിപ്പം നമ്മൾ പറഞ്ഞ് എത്രയായിരുന്നു? 218 ഇൻറ്റു എന്ത് ചെയ്യണം? 215 ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 3,870. ഓക്കെ, 3,870 സെന്റിമീറ്റേഴ്സ് ആണ് ടോട്ടൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 4,000 നിന്ന് ഈ 3,870 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അത് നമുക്ക് എത്ര കിട്ടും? നമുക്കിവിടെ 130 എന്ന് കിട്ടും. 130 സെന്റിമീറ്ററിന് കിട്ടും. 130ൽ 1 × 100 + 30 നമുക്ക് എഴുതാം. സോ 1 meter and 30 സെന്റിമീറ്റർ ക്ലോത്ത് ആണ് നമുക്ക് ബാലൻസ് ഉള്ളതെന്ന് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതുപോലത്തെ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. സോ ദിസ് പ്രോബ്ലം ഇസ് ഓൾസോ എ സ്റ്റാർ പ്രോബ്ലം. ഓക്കെ, അടുത്തത് 10th ക്വസ്റ്റ്യൻ.
Medicine is packed in a box, each weighted 4 kg 500 grams. How many such box can be loaded in the van which cannot be carried beyond 800 kg? അപ്പോൾ 800 kg കൂടുതൽ ഈ വണ്ടിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ kg കയറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. 4 kg ആണ് നമുക്കുള്ളത് മെഡിസിൻ പാക്കേജ്. വെയിറ്റ് ഓഫ് വൺ ബോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 kg 500 gram ആണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുന്നേ ഒരു സ്ലൈഡിൽ പറഞ്ഞു തരുന്നു ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണം എന്ന്. കാരണം നമുക്ക് കണ്ട ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിക്കണം, ഈ ഒരു ബോക്സ്. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് എഴുതിയെങ്കിലും ഇടണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. 4 kg എന്ത് ചെയ്യുക, 4 × 1000 ചെയ്യുക പ്ലസ് 500. അപ്പോൾ എത്ര ആയിട്ടും 4500 kg. അടുത്തത് മിനിമം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര 800 kg ആണ്. ഇനി നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 lakh kg 8 lakh gram ആണ് കിട്ടുന്നത്. സോറി, kg എന്നാണ് കിട്ടിയത്, ഗ്രാം ആണ് ആക്ച്വലി, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതുപോലെ തന്നെ 8 lakh gram നമുക്ക് കിട്ടി. ഓക്കെ, ഈ 8 lakh ഗ്രാമിന് 8 lakh gram 4500 gram കൂടി എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ആൻസർ എന്ത് വരും, 177 boxes നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്കൂൾ ആൻഡ് എ സ്റ്റുഡൻസ് ഹൗസ് ഇസ് 1 kilometer 875 meters. Every day she walks both the ways. The total distance covered by her in the 6th day is how much? Okay, അപ്പോൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ഒരു കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടുള്ള കിലോമീറ്റർ 1 kilometer 875 meters ആണ്. സോ തിരിച്ചു നടക്കുമ്പോൾ സെയിം 1 kilometer 875 meter. 1 kilometer 875 meter ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം മീറ്ററിലോട്ട്. അപ്പോൾ 1 × 1000 ചെയ്യുക പ്ലസ് 875 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 1875 meter എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിന് ഇൻറ്റു 2 ചെയ്യണം, കാരണം എന്താണ്, 2 ഡയറക്ഷനിലോട്ട് നടക്കുന്നത്. അപ്പോൾ ഇൻറ്റു 2 ചെയ്തപ്പോൾ നമുക്ക് 3750 കിട്ടി. ഇനി ഇത് എത്ര ദിവസം നടക്കേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 6 days. 6 days എന്ത് ചെയ്യണം, ഈ കിട്ടിയ വാല്യൂൻ്റെ അടുത്ത് ഇൻറ്റു 6 ചെയ്യാം. സോ നമുക്ക് 22,500 എന്ന് കിട്ടി. ഈ 22,500 നമുക്ക് 22 × 1000 പ്ലസ് 500 എന്ന് എഴുതാലോ. സോ 22 എന്നുള്ളത് എന്താണ്, കിലോമീറ്റേഴ്സ് ആണ്, 500 എന്നുള്ളത് നമ്മുടെ മീറ്റർ ആണ് കേട്ടോ. സോ 22 kilometers and 500 meters. ഇനി a vessel has 4 liters and 500 ml of curd. In how many glasses each of the 25 ml capacity can be filled? എത്ര ഗ്ലാസസിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കേർഡ് എടുത്തേക്കുന്നത് 4 liters 500 ml ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ml-ഓട്ട്. അപ്പോൾ 4 × 1000 പ്ലസ് 500 gives 4500 ml. ഓക്കെ, ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 ml ആണ്. സോ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡഡ് ബൈ 25 ചെയ്യാം. സോ നമുക്ക് 180 ഗ്ലാസസ് നമുക്ക് കിട്ടി. സോ 180 ഗ്ലാസ്സിൽ നമുക്ക് ഇതിനെ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സസൈസ് 1.3 ആണ്. സോ ഈ എക്സസൈസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് റൗണ്ട് ഓഫിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ ഫോളോയിങ് യൂസിങ് ജനറൽ റൂൾ, മേക്ക് 10 more such examples. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു 4 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമുക്കിത് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ടു 100 ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 730 എടുക്കുക. 730 എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. നമുക്ക് 700 തന്നിട്ടുണ്ടെങ്കിൽ 0 1 2 3 4 5 6 7 8 9 5 തൊട്ട് അങ്ങാടുള്ളത് ഈ സൈഡിലോട്ട്, മീൻസ് നെക്സ്റ്റ് 100th പ്ലേസിലോട്ടും 4ന്റെ ബാക്കിലോട്ടുള്ളത് മീൻസ് നമ്മുടെ 4 3 2 1 ബാക്ക്വേർഡ് നമ്പറിലോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 7 ആണ് കിടക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈറ്റ് ഹാൻഡ് പോർഷനിലാണ് കിടക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് 100ലോട്ടാണ് എടുക്കുന്നത്. 7 അല്ല നമ്മൾ നോക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ 30 നോക്കണം. 30 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക്വേർഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ബാക്ക്വേർഡിലോട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് 100ന്റെ വാല്യൂ ഏതാ, നമുക്കറിയാം 730 എന്ന് പറയുന്നത് 700ന്റെയും 800ന്റെ ഇടക്കാണ് കിടക്കുന്നത്. സോ 730 എന്ന് പറയുന്നത് ഈ 3 നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് കൂടുതൽ അഫിനിറ്റി അങ്ങോട്ട് പോകാനാണ് 700ലോട്ട് പോകുന്നത്. സോ ഇതെന്താവും 700 ആവും. അടുത്ത നമുക്ക് നോക്കാം 998. നിങ്ങൾ നോക്കാം 998 ഏതൊക്കെ നമ്പേഴ്സിൻ്റെ എടുക്കുക, ഏതൊക്കെ 100 വാല്യൂസിൻ്റെ എടുക്കുക. 900ന്റെയും 1000ന്റെ ഇടക്കാണ് 998. 98 എന്നുള്ള ടേം 900ന്റെ നിയറർ ആണോ 100 നിയറർ? നമുക്കറിയാം 9 വരുമ്പോൾ ഇതാ നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പർ വേണം എടുക്കാൻ, മീൻസ് എന്താണ് നമ്മുടെ 1000. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം 796 നിങ്ങളൊന്ന് ആലോചിക്കുക. 796 ഏതിൻ്റെ നമ്പറിൻ്റെ എടുക്കുക, 700ന്റെ 800ന്റെ എടുക്കുക. 96 എന്ന് പറയുന്ന ഡിജിറ്റ് 700ന്റെ അടുത്താണോ 800ന്റെ അടുത്താണോ? 9 എന്നുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞു എന്നത് എടുക്കണം. സോ ഇതിന് നമ്മൾ 800 ആയിട്ട് എടുക്കും.
അടുത്തത് ഏതാ 314 എന്ന് പറയുന്നത് 300നെയും 400നെയും എടുക്കണം. 14 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, ഞാൻ നേരത്തെ എഴുതിയതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. സോ എന്ത് ചെയ്യുക, ബാക്ക്വേർഡിലോട്ടുള്ള നമ്പറാണ് എടുക്കുന്നത്. സോ 300 രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക, വി ഗെറ്റ് 500. ഓക്കെ, നെക്സ്റ്റ് വൺ 12904. സോ ഇതെന്ത് ചെയ്യുക, റൗണ്ട് ഓഫ് ടു തൗസൻഡ്സിൻ്റെ നമ്പർ ആയതുകൊണ്ട് നമ്മൾ റൗണ്ടിങ് ഓഫ് ടു 1000 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ റൗണ്ടിങ് ഓഫ് ടു 1000 ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം 12904 ഏതൊക്കെ തൗസൻഡ്സിൻ്റെ ഇടക്കാണ് നോക്കാം. നമുക്കറിയാം 12,000ൻ്റെയും 13,000ൻ്റെയും ഇടക്കാണെന്ന് അറിയാം. ഇനി 904ൻ്റെ അഫിനിറ്റി 9 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ടാണ് കൂടുതൽ, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. സോ എങ്ങോട്ടാണ് നമ്മൾ ഇതിനാണ്, സോ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ നമ്പറാണ് എടുക്കേണ്ടത്, റൈറ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു വന്നത് എടുക്കണം. 2888 നമുക്കറിയാം 2888 എന്ന് പറഞ്ഞാൽ 2,000ൻ്റെയും 3,000ൻ്റെയും ഇടക്കാണ് കിടക്കുന്നത്. സോ 8 ഏത് സൈഡിലാണ് കിടക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ഈ വാല്യൂ എടുക്കണം. സോ 13,000 പ്ലസ് 3,000, സോ 16,000. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്തെടുക്കേണ്ടത്. ഒരു പ്രോബ്ലം കൂടി കാണിച്ചു തരാം. 28292 28,292 ആണ്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോക്കണം. ഏറ്റവും ബാക്കിലും ഫ്രണ്ടിലുള്ള തൗസൻഡ്സ് നോക്കാം. 28,000ഉം 29,000 ആണ്. ഇത് കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞിട്ട് ഏത് വാല്യൂ കിടക്കുന്നത്, നമുക്കറിയാം 2 ആണ് കിടക്കുന്നത്. 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് 28,000 എടുക്കാം. അടുത്ത നമ്പർ നോക്കാം 21,496. സോ നമുക്ക് 21,000 എടുക്കാം, 22,000 എടുക്കാം. നമുക്കറിയാം അടുത്ത നമ്പർ 4 ആണ്. 4ന് എങ്ങനെ അഫിനിറ്റി, ബാക്ക്വേർഡിലോട്ട് തന്നെയാണ് അഫിനിറ്റി ഉള്ളത്. സോ നമുക്ക് 2100 എടുക്കാം. 21,000 മൈനസ് ചെയ്യാം, 7,000 എന്ന് ആൻസർ വരും. സോ ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് റൗണ്ട് ഓഫിന്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ഔട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അടുത്തതും നമ്മുടെ റൗണ്ട് ഓഫിൻ്റെ ഒരു പ്രോബ്ലം ആണ്. നിങ്ങളിൽ റൗണ്ട് ഓഫ് ടു 100ഉം റൗണ്ട് ഓഫ് ടു 10സും ആണ് ചെയ്യേണ്ടത്. മോർ എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി നമ്മുടെ റൗണ്ട് ഓഫ് തന്നെയാണ്. സോ നമുക്ക് റൗണ്ട് ഓഫിൻ്റെ സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് ഓഫ് ടു 100 ചെയ്യാനായിട്ട് 439ൻ്റെ റൗണ്ട് ഓഫ് ടു 100 ഏതായിരിക്കും, 4 ഉണ്ട് 3. അപ്പോൾ 4,000ൻ്റെയും 400ൻ്റെയും 500 39 ആയതുകൊണ്ട് 400. സോ 400 പ്ലസ് 334ന് 34 എന്ന് പറയുന്നത് ബാക്ക്വേർഡിലോട്ടാണ്. സോ 300 4,317. സോ 17 എന്ന് പറയുന്നത് എന്താണ്, ബാക്ക്വേർഡിലോട്ടാണ്. നമുക്ക് അപ്പോൾ ഏതെടുക്കാം, 43,000 തന്നെ എടുക്കാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5,000 ആണ്. ഓക്കെ, അടുത്തത് റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് ടെൻസും കൂടി ചെയ്യണം. ടെൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻസിന്റെ ഡിജിറ്റ്സ് മാത്രം, ഹൺഡ്രഡ്സും തൗസൻഡ്സും അല്ല ചെയ്യേണ്ടത്, ടെൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 439 എന്ന് പറയുന്നത് ഏതൊക്കെ ടെൻസിന്റെ ഇടക്കാണ്, 430യുടെയും 440യുടെയും ഇടക്കാണ്. അടുത്തത് 334 എന്ന് പറയുന്നത് 330യുടെയും 340യുടെയും ഇടക്കാണ്. അടുത്തത് 4,317 എന്ന് പറയുന്നത് 4,310ൻ്റെയും 4,320യുടെയും ഇടക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം 39 വന്നിരിക്കുന്നത് അഫിനിറ്റി കൂടുതൽ ഇങ്ങോട്ടാണ്. 34 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്, 4 എന്ന് പറയുന്ന ഡിജിറ്റ് നമുക്കറിയാം ബാക്ക്വേർഡിലോട്ടാണ്. അടുത്തത് ഇവിടെ ആണെങ്കിൽ 17, സോ എന്താ ഫോർവേഡിലോട്ട്. സോ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5,090 എന്ന് കിട്ടും. സെയിം നമ്മുടെ റൗണ്ടിങ് ഓഫ് ടു 100ഉം നിയറസ്റ്റ് 10ഉം ആണ്. ഞാൻ ഈ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഓൾറെഡി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾ ഈ ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം കൂടി കാണിച്ചു തരാം. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിങ് ഓഫ് ടു നിയർ 100. അപ്പോൾ 100ൻ്റെ പ്ലേസ് വരെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് 100ൻ്റെ പ്ലേസ്. അപ്പോൾ 108,700ൻ്റെയും 108,800ൻ്റെയും ഇടക്കാണ് നമ്പർ. സോ നമ്മൾ നോക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കായതുകൊണ്ട് അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 34 എന്ന് പറഞ്ഞാൽ അഫിനിറ്റി എങ്ങോട്ടാണ് കൂടുതൽ, ബാക്ക്വേർഡ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്യാം. അടുത്തത് 47,500. നമുക്കറിയാം 47,500ൻ്റെയും 47,600ൻ്റെയും ഇടക്കാണ് നമ്പേഴ്സ് ഉള്ളത്. സോ എന്ത് ചെയ്യുക, അടുത്ത നമ്പേഴ്സ് നോക്കാം. 99. സോ ഫോർവേഡിലോട്ടുള്ള നമ്പർ എടുക്കാം. ഇത് രണ്ടും നോർമൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അടുത്ത നിയറസ്റ്റ് 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ്സിന്റെ പൊസിഷൻ, ടെൻസിന്റെ പൊസിഷൻ മാത്രം മാർക്ക് ചെയ്യാം, എന്നിട്ട് എടുക്കാം. അപ്പോൾ 108,734 നമുക്ക് എങ്ങനെ എഴുതാം, 108,730യുടെയും 108,740യുടെയും ഇടക്കാണ്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് നമ്മൾ ഇതാണ് ചൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് 47,599 ആണുള്ളത്. സോ ഇതാണ് നമ്മുടെ ടെൻസിന്റെ പ്ലേസ്. അപ്പോൾ 47,590യുടെയും 47,500ൻ്റെയും ഇടക്കാണ്. സോ ഇങ്ങോട്ട് 99 ആയതുകൊണ്ട് 9 എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. സോ നമ്മുടെ അഫിനിറ്റി ഇങ്ങോട്ടാണ്. സോ ഇത് ചൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ആൻസേഴ്സും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഈ പ്രോബ്ലത്തിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എസ്റ്റിമേറ്റ് ദ ഫോളോയിങ് പ്രോഡക്ട്സ് യൂസിങ് ജനറൽ റൂൾസ്. അപ്പോൾ നമ്മൾ റൗണ്ടിങ് ഓഫ് ടു ആണ് ചെയ്യേണ്ടത്, റൗണ്ട് ഓഫ് ചെയ്യണം. സോ 5, 7, 8 റൗണ്ട് ഓഫ് ചെയ്യാം. നമുക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം? 5, 7, 8 എന്ന് പറഞ്ഞാൽ 500ൻ്റെയും 600ൻ്റെയും ഇടക്കാണ്. സോ 7 വന്നതുകൊണ്ട് നമ്മൾ 600 ചൂസ് ചെയ്തു. 161 എന്ന് പറയുന്നത് 100ൻ്റെയും 200ൻ്റെയും ഇടക്കാണ്. 61 ആയതുകൊണ്ട് നമ്മൾ 200 സെലക്ട് ചെയ്തു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തത് 5281. 5281 എന്ന് പറയുന്നത് 5000ൻ്റെയും 6000ൻ്റെ ഇടക്കാണ്. അപ്പോൾ 281 വന്നതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുക. 3491 ആണ്. സോ 3000ൻ്റെയും 4000ൻ്റെയും ഇടക്കാണ്. 491 വന്നതുകൊണ്ട് ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് വെച്ചിട്ട് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനും കൂടി എന്ത് ചെയ്യുക? റൗണ്ട് ഓഫ് ചെയ്യുക. ഈ ഒരു പൊസിഷനും കൂടി റൗണ്ട് ഓഫ് ചെയ്യുന്ന പറഞ്ഞാൽ 3 500ൻ്റെയും 3 600ൻ്റെയും 3 400ൻ്റെയും 600ൻ്റെ എടുക്കുക. സോ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. 91 വന്നേക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇത് നിങ്ങളൊന്നും കൂടി ചെയ്ത് നോക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ലെസൺ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് റൗണ്ടിങ് ഓഫിൻ്റെ പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക. നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൽ നമുക്ക് റോമൻ നമ്പേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ലെസൺ. താങ്ക് യു.